ധനഹാകാലം 1-ാം തിങ്കൾ. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ധനഹ തിരുനാൾ. ധനഹ എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ്. മനുഷ്യരൂപത്തിലായിരിക്കുന്ന യേശു ആരാണെന്ന് ലോകത്തിന് മുന്നിൽ പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന അശരീരി ഒരാളെക്കുറിച്ചുള്ള ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അതിന് നിമിത്തമായത് സ്നാപയോഹന്നാനും. യേശുവിൻ്റെ മാറ്റ് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു സ്നാപകൻ. ലോകത്തിൽ മറഞ്ഞുകിടക്കുന്ന യേശുവിലെ ദൈവിക സത്തയെ തിരിച്ചറിയാനുള്ള ആത്മീയ നേത്രം സ്നാപകനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്നവൻ ചോദിക്കുന്നത്. മറ്റാർക്കുമില്ലാത്ത ഈ ആത്മജ്ഞാനം സ്വായത്തമാക്കിയവനായത് കൊണ്ടാണ് യേശു അവനെക്കുറിച്ച് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. ഈ തിരിച്ചറിവ് ലഭിക്കണമെങ്കിൽ ഏറെ എളിമയും വിനയവും തുറവിയും ആവശ്യമുണ്ട്. ആട്ടിടയന്മാർ, പൂജാരാജാക്കന്മാർ, അവനെ അനുഗമിച്ച ശിഷ്യന്മാർ, നിക്കോദേമോസ്, സക്കേവൂസ്, സമരിയാക്കാരി, പാപിനിയായ സ്ത്രീ, നല്ല കള്ളൻ, കുരിശിലേറ്റിയ ശതാധിപൻ, അങ്ങനെ ആ നിര ഇന്നോളം നീളുകയാണ്. ഒന്ന് ഊതി പെരുപ്പിച്ചാൽ കത്തിജ്വലിക്കാവുന്നതേയുള്ളൂ നമ്മുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ദൈവരൂപം. അതിന് ആദ്യം അപരനിലെ ദൈവഛായ തിരിച്ചറിയണം. അപ്പോൾ നമ്മിലെ ദൈവഛായയും തെളിഞ്ഞു വരും. നാം ലോകത്തിൽ ദൈവത്തിൻ്റെ ധനഹകളാകുകയും ചെയ്യും.